പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1952 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടുഭാഗം ചുണ്ടനിൽ കയറിയതിനെ തുടർന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് തുടക്കമാകുന്നത്. അന്നത്തെ ആ നടുഭാഗം ചുണ്ടൻ ഇത്തവണയും മത്സരത്തിനായി നീറ്റിലിറങ്ങുന്നുണ്ട് കേട്ടോ. 72ാമത് നെഹ്റു ട്രോഫി ലക്ഷ്യമിട്ട് ആലപ്പുഴ പുന്നമട ബോട്ട് ക്ലബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. ടീമിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും വനിതകളാണ് എന്നുള്ളതാണ് ഈ ടീമിന്റെ പ്രത്യേകത. നമുക്ക് ഒരു റിപ്പോർട്ട് കാണാം. ാമത് നെഹ്റു ട്രോഫി ഇക്കുറി തങ്ങൾ തന്നെ ഉയർത്തുമെന്ന ദൃഢനിശ്ചയത്തിലാണ് നടുഭാഗം ചുണ്ടൻ. 56 കോൾ നീളമുള്ള വെള്ളത്തിൽ 85 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 9 താളക്കാരും അടങ്ങുന്നതാണ് ഇത്തവണത്തെ ടീം. ഇതിൽ 21 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുഴച്ചിൽക്കാരാണെന്നതും പ്രത്യേകതയാണ്. മത്സരവേദിയായ പുന്നമടക്കായലിൽ തന്നെ പരിശീലനം നടത്തുന്നത് പുന്നമട ബോട്ട് ക്ലബിന് വലിയ തോതിൽ അനുകൂല ഘടകമാകും. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കപ്പ് നേടാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ പിള്ളേരുടെ പ്ലേയേഴ്സിന്റെ തുഴച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉറപ്പായിട്ടും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാവരും വളരെ സപ്പോർട്ടാണ്. ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിലും നാട്ടുകാരാണെങ്കിലും കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും എല്ലാം വളരെ സപ്പോർട്ടാണ്. ചിട്ടയായ പരിശീലനം വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷ വൈസ് ക്യാപ്റ്റനും പങ്കുവച്ചു. ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ഭാഗമാകാൻ തീരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വർഷം നമ്മൾ കപ്പടിക്കും. ടീമിനെ കുറിച്ച് ഇപ്പം അവർ വളരെ നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പം തുഴച്ചിലായാലും അവരുടെ എക്സസൈസ് ആയാലും അവർ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമിനെ വ്യത്യസ്തമാക്കുന്നത് എല്ലാവരും നല്ലതാണ്, പക്ഷെ അവരുടെ ആ പ്രാർത്ഥന, അവരുടെ ആ ഒരു ഹാർഡ് വർക്ക്, അവരെങ്ങനെയൊക്കെ ചെയ്യുന്ന അതിനുള്ള ബലം അവർക്ക് കിട്ടും. 2019 പള്ളാതുരുത്തി ബോട്ട് ക്ലബിലൂടെ നെഹ്റു ട്രോഫി കിരീടത്തിൽ മുത്തമിട്ട ചരിത്രമുണ്ട് നടുഭാഗം ചുണ്ടന്. ആ വിജയം ഇക്കുറിയും ആവർത്തിക്കാനായാണ് കഠിന പരിശീലനം. ന്യൂസ് മലയാളം, ആലപ്പുഴ.